സ്റ്റാർട്ടാ. ഹലോ, നമസ്കാരം. മെയിൻ ഇൻട്രോ എടുക്കണ സായില്ലെന്ന് ചുമയോണ്ട് ചുമ എന്തായാലും ഏറ്റെടുത്തത് നമ്മൾ രണ്ടുപേരും. നീ മാത്രം അതെ. സായില് പഠിപ്പിച്ച തന്നെ എന്തൊക്കെ പറയണോന്ന്. റഹ്മത്തിന്റെ 10 ശേഷം അടുത്ത എന്താണോ മറഹമത്ത് അല്ലേ? 10 വരെ വെക്കാനായി ടീമുടി റെഡി. 10 തവണ വരവേക്കാൻ ടീമോടി. ആദ്യത്തെ 10 എനിക്ക് ആദ്യത്തെ അവൻ പറഞ്ഞു പറ്റി, അത് പറയട്ടെ. ആദ്യത്തെ 10 നന്നായിട്ട് പോയില്ലേ? ആദ്യത്തെ 10 പോയത് അറിഞ്ഞില്ല. 10 കഴിഞ്ഞ ഇപ്പഴാണ് ഇന്നുള്ള 10 കൊറേ നോമ്പറ, കൊറേ ഷൂട്ട് ഉണ്ട്, എല്ലാ പരിപാടി ഉണ്ട്. വരുമ്പോ കാണാം. ബാക്കി അറിയാം ചിക്കുന്റെ കൂടെ പറയാ കിട്ടുള്ള ലാഗായി പോട്ടാ. എന്താ ഓ എനിക്കറിയില്ല പെരുന്നാളെന്ന്. ഇറാൻ യുദ്ധങ്ങളാണല്ലോ ഫുള്ള്. തുടങ്ങിയതാണ്. ഗൾഫ് രാജ്യങ്ങളിലുള്ള സുഹൃത്തുക്കളും എല്ലാവരും സേഫ് ആയിട്ടിരിക്ക. എല്ലാരും ഒരേ സങ്കടമുണ്ട്. അത്യാവശ്യം ആൾക്കാർക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കസിൻസിനൊക്കെ. അനസൊക്കെ എങ്ങനെയുണ്ട്? സേഫാണ്. ഞാൻ സംസാരിച്ചു തന്നാലും ഇവിടെ പറഞ്ഞാ പോരി. എന്താ പറയണ്ട, ഒന്നുമില്ല പറയാ ഒന്നുമില്ലാത്തോണ്ട് കാണിക്ക. ഇതാരെന്ന് ഗസ് ഡീറ്റെയിൽസ് ഒന്നും കാണിക്കൂല. സുഹൈലിന്റെ സ്നേഹം കൊണ്ട് കൂടിയോണ്ട് അവനെ എപ്പോഴും കാണുമെന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു വെച്ച ടാഗാണിത്. കേക്കൂല. എന്റെ ടാഗ് ആദ്യം മാറ്റി വെച്ച്, എന്റെ ടാഗ് ആദ്യം പോയി. അപ്പൊ ഞാൻ പിന്നെ ടാഗ് വാങ്ങിച്ച് മാറ്റി വെച്ച്. എന്നിട്ടുണ്ടല്ല ഇപ്പം വേറെ ടാഗ് വാങ്ങിച്ചപ്പോ ഞാൻ ഈ ടാഗ് വാങ്ങിച്ചു കൊടുത്ത്. മനസ്സിലായ? എന്റെ പൈസ പോയില്ല. കാണുന്നവർക്ക് മനസ്സിലാവും. എന്താ പറയണ്ടേന്ന് അറിയില്ല. രണ്ടു സ്ഥലത്ത് ഓമ്പറുണ്ട്. ഒരു മുടി വെട്ടട അല്ല ഷൂട്ട്. നമ്മളെ അന്ന് ഓർമ്മ പണ്ടെങ്ങാനും ടിവിയിലേക്ക് കുറച്ച് പേര് ക്ഷണിച്ചിട്ടുണ്ട്. ഇത് TV ചാനലിലേക്ക് കാണാ. ഇല്ലല്ല, കുറച്ച് പേരാ. കുറച്ച് പേരിന് മിനി സ്ക്രീനിൽ കാണാ. അതിനുശേഷം ബിഗ് സ്ക്രീൻ. ആഗ്രഹമില്ലേ? അനാവശ്യമല്ലേ ആഗ്രഹമില്ലേ? എനിക്ക് ആഗ്രഹമില്ലേ? പിന്നെ എല്ലാവർക്കും ഉണ്ടാവൂലേ? ഇന്നില്ലേ, ഇന്ന് വിറ്റുണ്ടാവും. നമ്മ നടക്കാറങ്ങിയാണ്. പുതിയ റോട്ടി കൂടെ പിള്ളേര് പിടിച്ച് മാങ്ങ വാങ്ങിച്ചെന്നൊക്കെ പറയട്ടാ. ഗൂഗിൾ പേ ഉണ്ട് പറഞ്ഞപ്പേ, ഗൂഗിൾ പേ ഉണ്ടാ എന്നാ അവിടെ വാങ്ങിച്ചെന്നാ മതിയെന്ന് പെട്ടുപോയി. അപ്പൊ തന്നെ പോയി വാങ്ങിച്ചു കൊടുത്തി. അങ്ങനെ നമ്മളെ കടയൊക്കെ വീഡിയോ എടുത്ത് റീച്ച് ആക്കി തരാം. പൈസ നിങ്ങ ആ കടയിൽ തന്നെ പൈസ കൊടുത്തിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുത്താ പ്രത്യേക പറഞ്ഞ ഇന്നിപ്പോ പോണേണ് ആരും ഇല്ല, നമ്മ വരാന്നറി. അപ്പൊ അതിനിങ്ങനെ വരുമ്പോ ഇർഫാനെ കൊണ്ടുവന്നു. സത്യവും അവിടെ മറ്റേ ബാലന്റെ അടന്റെ അവിടെ 2 കട ഇട്ടുണ്ട്. നമ്മളാ സാജർ കാക്കാന്റെ അറിയില്ല. അവനാർന്ന് ഇർഫാനൊക്കെ പിള്ളേരുടെ ഇടയിലെത്തി. കാണിക്കട്ടെ അമ്മാവങ്ങളൊക്കെ കണ്ടിട്ടേ.
ഇല്ല അത് ഇവിടെ അത് വ്ളോഗിൽ പറയണത് എന്താ പറയട്ടെ അതറിയില്ല അല്ല പിന്നെ ലേഡി കാസ്റ്റിനെ ക്ഷണിക്കണ്ടേ ആ, പിന്നെ. വ്ലോഗ് കാണുന്നവര് അല്ലേ വരാ ഇവർക്ക് രണ്ടുപേർക്ക് ചേരണാവണം എങ്ങനത്തെ ലേഡി കാസ്റ്റ് ചിക്കു അതോളാം അങ്ങനെ വേണം അല്ല അവൻ ഒരു അഭിനയിക്കാൻ താല്പര്യമുള്ള ഒരു പറ്റേ എന്നിട്ട് നിന്റെ ഒപ്പം നിൽക്കണേന് എന്തൊക്കെ? ഇതാ ഭാര്യനെ സങ്കല്പിക്കണ ഞാൻ എന്താ പറഞ്ഞ് അതല്ല പറഞ്ഞത് അവൻ അവനെ വേണം ഭാവനെ പോലെയാണ് നയൻതാര. ഇൻട്രസ്റ്റ് അതെ അതായത് എന്തിനും തയ്യാറാവണം ഇതില് കാണിച്ചാലും ഒരു മടി അതന്നെ ചിലവരുണ്ടാവില്ലേ അതന്നെ നമ്മളെ പോലെ അതെ. ശയ്യാവണം താല്പര്യമുള്ളവർക്ക് എന്താ റീൽസ് പാഷനേറ്റ് ആയിരിക്കണം. അവർക്ക് എല്ലാ ദിവസവും വരാനും താല്പര്യം ഉണ്ടാവണം, കണ്ടന്റ്സ് കണ്ടുപിടിക്കണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. അവർക്ക് താല്പര്യം ഇതൊക്കെ ഓൾറെഡി വരൂല. അങ്ങനത്തെ ആൾക്കാരാണ്. അല്ലാണ്ട് നമുക്കിപ്പോ വേറെ ലേഡി കാസ്റ്റിന്റെ ആവശ്യമില്ല, ചാൻസ് ഉണ്ട്. പക്ഷെ ആർക്കെങ്കിലും താല്പര്യം അവിടെ പറയാൻ മടിയാണ്. ജാൻസിനായിട്ടുള്ള ആരും ജാൻസിൻ അല്ല ഓടി കളക്റ്റീവില് മനസ്സിലായോ? നമ്പർ ആയിട്ടുണ്ട് ചാൻസ് നമ്പർ പറയണ അല്ല അവള് ഓക്കെ കണ്ടിന്യൂ ജാൻസിന്റെ കീയാണ് പിന്നെ വന്ന റെഡി ചെയ്തത് അടിയിൽ സുഹൃത്തുക്കളെ ഈ മൈക്ക് ഓണാണെന്ന് തോന്നുന്നത് കിയ എപ്പിസോഡൊക്കെ ഇതിനോടൊക്കെ അഭിപ്രായമുള്ളവരൊക്കെ വേറെ സംഭവം ഉണ്ട് അതൊന്നിപ്പോ പറഞ്ഞ അതൊന്ന് തെറ്റിയാലും സമ്മതിക്കാത്തൊരാൾ. ക്യാമറന്റെ ബാക്കില് വ്ളോഗിങ് സിംഹമാണുള്ളത്. ഇന്ന് പക്ഷേ ജലദോഷം ആറാം പയ്യന് വയ്യ. അല്ലെങ്കിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയ വ്ളോഗ് നമ്മുടെ കൊണ്ട് ചെറിയ ബോറ് തോന്നുന്നു പ്രേക്ഷകർക്ക്. അപ്പൊ യുഎയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ ടീമോടിനെ ബന്ധപ്പെടാം. ഞാനൊരു ബിസിനസ് മാൻ ആയതുകൊണ്ട് കസ്റ്റമേഴ്സിനൊക്കെ എന്താ വെക്കണമോ നമ്മ വിൽക്കണത് രാവിലെ 2 രീതി 2 രീതി രാവിലെ അതൊക്കെ പറയണ്ട്. ഇപ്പൊ അറിയില്ലെടുത്തു പ്രൊമോഷൻ 5 ദിവസം 3 ദിവസമായി എന്താ ഇടാത്തത്? ഒരു അതന്നെ മടിയാണ്. മടി എങ്ങനെ മാറ്റാ മടി എങ്ങനെ മാറ്റാവുന്ന ട്രിക്കൊക്കെ ചിക്കു പഠിക്കണ്ടത്. അതിപ്പോ പറയാനും മടിയുണ്ട്. അത് പറയാൻ ഇപ്പൊ ഒരു മടിയുണ്ട്. ഞാൻ പിന്നെ പറയാ വരുവരെ മാനേജറിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം എനിക്ക് വേണ്ടിയുള്ള. അതില് അത് വേറെടാ, അത് വേറൊരു വീഡിയോ ആയിട്ടിടാം. പിന്നെ ക്രിഞ്ചു ആട്ട് അല്ലേ അത് അതിനെ കുറിച്ച് പറഞ്ഞു. റിയല അതുപോലെ മ്യൂസിക് സോങ്സ് റീമേക്ക് ചെയ്ത വീഡിയോ അതിനെ കുറിച്ച് എന്താ പുതിയ പാട്ടുണ്ട്, കാട്ടു ചെമ്പകം പൂത്തോളെ. ഫുൾ പാട്ട് അറിയില്ല, ഫുൾ എനിക്കറിയില്ല. പാടിക്കോളാ അറിയണ്ടേ, കറക്റ്റ് പാടുവൻ. ആ പാട്ട് അറിയില്ല. ആ പാട്ട് ആരും പാടിക്കട പാടും. ഓ അല്ല വ്ളോഗ് എന്നെ കൊണ്ട് പാട്ടാണ് നേരിലാക്കണത്. പാട്ടിന് പ്രത്യേക ഫാൻസ്. ആ പാട്ട് കൊള്ളാന്നല്ലേ, അത് പേരൊന്നും വെളിപ്പെടുത്താൻ പറ്റൂല. ഫാൻസ് ഉണ്ടല്ലോ. അതൊന്നുമല്ല, കുറച്ചൊരു പാട്ടൊക്കെ കൊള്ളാന്ന് പറഞ്ഞേ, ക്രിഞ്ച് പാട്ട്. പിന്നെ എന്റെ പാട്ട് പാടാൻ മാത്രം ഒരു ചാനൽ തുടങ്ങുന്നുണ്ട്. അല്ലെ ഒരു ഐഡിയ പറയണ്ടേ, സുഹൈൽ കോറില് പാട്ട് പാടിയിടാൻ. ആ ഐഡിയ നിങ്ങ എന്താ പറയുന്നത്? സുഹൈൽ കോർ മാത്രമല്ല, ഇർഫാൻ അതിലും 2 റാനും ചിക്കും. രണ്ടുപേരും കൂടെ രണ്ടുപേരും ഒരുമിച്ചിരുന്നിട്ട് ഒരാളൊരു ലൈൻ പാടി അടുത്ത ലൈൻ പാടി ഒരുമിച്ച് പാടില്ല. അങ്ങനെ പാട്ടുണ്ടാവുള്ളൂ. എപ്പോ തുടങ്ങും? പ്രേക്ഷകർ പ്രതീക്ഷിക്കും കണ്ടന്റ് എടുക്കാൻ സമയം വരും കാലം നോമ്പായോണ്ട് ഒരു നോമ്പ് പാട്ടൊരു. അല്ലാതെ നീ എന്തിനാണ് ചിക്കു വീട്ടിലിരുന്നിട്ട്? വീട്ടിലിരിക്കുന്നത് ഞാനത് രാവിലെ 11 മണിക്ക് എണീച്ചിട്ട് രാത്രി 6 മണി ഫോണിൽ കളിച്ചു. ഇവിടെ പഠിക്കോളത് സായിലാഴ്ച ഒരു ദിവസമാണ് മണിക്കോളത്. എല്ലാ ദിവസവും പോക്കണ്ട. ഇന്ന് അതിന് മുമ്പ് കഴിഞ്ഞ ആഴ്ച
പിന്നെ ജിമ്മിന്നിട്ട് ഭയങ്കര കാർഡിയോ കേട്ടോ. പജീഷ് കാണ്ടിങ്ങനെ നാളെ വല്ല ഷൂട്ട് ഉണ്ടാ. നമ്മളെന്താണ് ഭയങ്കര കാർഡിയോ ചെയ്യണം, നാളത്തേക്ക് തിന്നാൻ വേണ്ടി ഇന്നലെ പണി എടുക്കണത്. ഷൂട്ടിനായിട്ടെന്നാണ് ഇപ്പൊ അഭിനയിക്കൂല. അല്ലാടാ നോമ്പോറുണ്ടാന്ന് ഉദ്ദേശിച്ചത്. ഇന്നലെ ഞാൻ വിളിക്കാനാണ്. ഇന്നലെ പിന്നെ വൈകിട്ടായി ഒരാൾ പറഞ്ഞപ്പോ ചെല്ലാൻ പറഞ്ഞപ്പോ ഞാൻ വെച്ച ആ സമയത്ത് വിളിച്ചിട്ട് പിന്നെ പോവാൻ അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇന്നലെ എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതാണ് ഒരു സ്ഥലം പറഞ്ഞിട്ട് ഞാൻ പോവാൻ. നീ ISL വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു ഇവൻ പറഞ്ഞു രാവിലെ ISL വർക്കിന് വേണ്ടിയാണെന്ന്. അതാണെന്ന് പിടിക്കാനോ കള്ളം പറഞ്ഞിട്ടില്ല, അവൻ തന്നെ മറന്നുപോയി. ഇന്നലെ പറഞ്ഞു വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ആ ബുദ്ധിയില്ലാത്തവനെ നിനക്ക് പണിയുണ്ടെന്ന്. ആയിരിക്കും പണിയില്ല, പണിയില്ല. അങ്ങനെയല്ല മനസ്സിലായി. എവിടെന്ന് വെച്ച് ഇവൻ അതാറിനോട് കണ്ടന്റ് എടുക്കാൻ ഇറങ്ങാനത്. പിന്നെ ഒരു സ്ഥലത്ത് തന്നെ വിളിച്ചു ഓടിയാ ഞാൻ എല്ലാ നീ പഠിക്കൂരുന്ന് ഇന്ന് കല്ലൂര് പോയില്ലേ? എനിക്ക് പണിയുണ്ടായില്ലേ? ഞാൻ ശരിക്കും നീ ഫോൺ വിളിച്ചോ പണിക്ക് വേണ്ടിയെന്നുള്ള പറഞ്ഞ മിനിയാന്ന് സുഹൃത്തുക്കളെ ഒന്ന് ബ്ലോഗ് ഒന്ന് പൗസ് ചെയ്യണ്ട. മിനിയാന്ന് പറഞ്ഞത് മനസ്സിലായ? മിനിയാന്ന് പറഞ്ഞിട്ടേ പണിയില്ലാന്ന് പറഞ്ഞായിരിക്കും. ഞാൻ വിചാരിച്ചെന്താണ് എനിക്കും ചിക്കുനും മുട്ടനൊന്നും ഇല്ലാന്നാണ്. നോമ്പോടത്ത് അപ്പൊ തന്നെ സൈലബാന സ്നാപ്പ് 7:15 ഇവിടുന്ന് നീ നിസ്കരിച്ചാൽ സൈലബാൻ എത്തൂല. അപ്പൊ നീ എവിടെ നോമ്പോടുന്നത്? സൈലബാനി പോയില്ല ഞാൻ പറഞ്ഞ എവിടെയായിരുന്നു നോമ്പോറുണ്ടായിരുന്നു. സൈലബാനില്ല പിടിച്ച് ക്യാമറ ആരായിട്ട് ക്യാമറ പിടിക്കാൻ പോവാൻ മടിയാണ് ഇവിടെ. അല്ല സൈലബാൻ ഫ്രണ്ട്സിനായിട്ടാ ഫ്രണ്ട്സ് കൊച്ചിയിലുള്ള വിട്ടേക്ക് അത് വിളിച്ചാലും ജോർജ് കുട്ടി അത് പറയൂല. ജോർജ് കുട്ടിയാണ് ഇവിടുത്തെ 7:45 വീടെത്തിയിട്ടുണ്ട്. ബാത്റൂമിലൊക്കെ പോയി ജിമ്മിന് പോകാൻ പറഞ്ഞത് 8:15. നോമ്പോർക്കിന് മുമ്പ് അങ്ങനെയല്ലേ കാറിനാണോ പോയത്? കൂട്ടത്തിലെ ഏറ്റവും വണ്ടി ഓടിച്ചതായിട്ട് പ്രീമിയം വണ്ടീസ് അല്ലേ? ചെറിയ കാറിന്റെ ഇടപാടുണ്ട്. കൂട്ടുകാരന്മാർ അതെ ഗൈസ്. വേറെ നമ്മളെന്താ സംസാരിച്ചു? 2ാം 10ലേക്ക് കടന്നു. സ്റ്റോറിയല്ലേ അതില് സായില് 2 ഫേക്ക് എന്റെ രണ്ടെണ്ണം പിന്നെ പറഞ്ഞ വേറെ. അത് മാത്രല്ല ഒരു അക്കൗണ്ട് ഫുള്ളും കാണുന്നുണ്ട്. എല്ലാ വീഡിയോസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആരാന്നറിയാ ഇപ്പോഴും കണ്ടിന്യൂ കാണാത്. ആദ്യ 10ന്റെ ആദ്യത്തെ 10 നമ്മളോടൊക്കെ പേഴ്സണൽ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം തൊട്ട് കളിക്കില്ലേ ചോറാണ്. റമദാൻ മാസത്തില് നമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ സ്റ്റാൻഡില്ല നമ്മ ക്ഷമ വഹിക്കണല്ലേ. അല്ലേക്കു നമ്മ റമദാൻ മാസത്തിൽ തന്നെ എന്തെങ്കിലും ചോറ് കഴിക്കണം. നമ്മളാ ചോറ് തൊട്ട് കളിക്കണ്ട. അല്ല പുറത്തോടെ തമ്മില് കാണുന്നവര് റിപ്പോർട്ട് അടിക്കാണ്ടിരിക്ക. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾട്ടെ ഒന്ന് പറഞ്ഞ സംസാരിച്ച് തീർക്കാം. റിപ്പോർട്ട് അടിക്കാണ്ടിരിക്കും. നമ്മളുടെ ജീവിതത്തിലും എന്തെയുള്ള ഒരു ഇതും ഇപ്പൊ കറന്റ്ലി ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കിയിട്ടില്ല, നമ്മ ഒന്നും ചെയ്തില്ല. നമ്മയും തെറ്റുള്ള ആൾക്കാരാണ്. പക്ഷേ തെറ്റ് പറ്റും. പക്ഷേ 100 വീഡിയോ ഇട്ടുണ്ടെങ്കിൽ 99 റിപ്പോർട്ട്. അതാണ് സീൻ. 2 കൺട്രീസ് ആണ്. 2 കൺട്രീസ് അതിന് മറ്റേ സുരാജിന്റെ വാരി കിടക്കൂലേ അതുപോലത്തെ മോറാണ് ഇപ്പൊ കണ്ടത്. ലീഡായിട്ട് പിന്നെ വേറൊരു കമന്റ് ഇരുത്താൻ പറ്റില്ല.
പകുതി തിന്നാ. അപ്പൊ ഗൈസ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്ട് സബ്സ്ക്രൈബ് ചെയ്യ്. അതെ അതാണ് പറയാനുള്ളത്. സപ്പോർട്ട് പക്ഷെ റിപ്പോർട്ട് കൂടിയപ്പോ സബ്സ്ക്രൈബ് കൂടി. അതെന്താന്നോ കഴിഞ്ഞ വ്ളോഗിൽ തന്നെ പറഞ്ഞ എന്തായാലും കാണില്ല. എടാ ഇവനൊരു സെർച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ റിപ്പോർട്ടിന്റെ ഒരു മെയിൽ എനിക്ക് വന്നേക്കണ്. ആ മെയിലേക്ക് കയറി നോക്കിയപ്പോ ഇവനിട്ട് ഷോർട്സ് ഞാൻ കണ്ടിട്ടില്ല. കാണുന്നവര് കണ്ടു. പിന്നെ റിപ്പോർട്ട് നല്ല നല്ല കമന്റ്സ് ഒക്കെ ഇടുക. അതെ അതും കുഴപ്പമില്ല. ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല. ആക്സസ് ഇല്ലേ യൂട്യൂബിൽ അധികം ഷോർട്സ് നിങ്ങൾ പിന്നെ എന്ത് തരം കണ്ടന്റ് ആണ് ഇഷ്ടം? നിങ്ങളെ ഫേവറേറ്റ് കണ്ടന്റ് എന്താണെന്ന് അടിയിൽ കമന്റ് ചെയ്യാ. ചിലപ്പോ പറ്റിയെന്നാണ് ചോദിക്കും. നീ ചെയ്യാറങ്ങണം. പക്ഷെ ഞാൻ ചോദിക്കണല്ല. പ്രാങ്ക് വിത്ത് സായി. ഓ കിട്ടിയില്ലേ ചായ ചിക്കൂലേ ഇപ്പോഴും അവിടെ അതേപോലെ തന്നെ നടക്കുന്നത്. അത് ഞാൻ പറഞ്ഞ് മാറ്റിച്ച്. ചിക്കു വ്ലോഗ്സ് അല്ലേ? ചിക്കു ഞാൻ ഒരു ദിവസം ചായ വിത്ത് ചിക്കു ഞാൻ പറഞ്ഞു ചായ വിത്ത് ചിക്കു. രാവിലെ ചായ കുടിക്കാൻ പോവാ. അവിടെ നിന്ന് നമുക്ക് മറ്റേ ട്രൈപോഡ് സെറ്റ് ചെയ്തിട്ട് കഥ പറയാ. എന്നെ ഇവൻ ഒരു രാവിലെ നാളെ പ്രൊമോഷൻ എനിക്ക് മറ്റേ കണ്ടന്റ് കാണിക്കുന്ന ആളാ. നാളത്തെ കണ്ടന്റ് എനിക്ക് നാളെ മുടി സെറ്റ് ചെയ്യാം. സഹലിനും വേണി താടി സെറ്റ് ചെയ്യാട്ടോ. നമ്മക്ക് പിന്നെ അതിന്റെ ആവശ്യമില്ല. അല്ല സഹലിന്റെ താടി എങ്ങനത്തെ സെറ്റ് ചെയ്യണം? പെരുന്നാളാകുമ്പോ സെറ്റ് ചെയ്യും. അല്ല സഹലിന്റെ താടി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പ്രേക്ഷകര് പറയാ. ബുൾഗാൻ വേണ അല്ലെങ്കിൽ മറ്റേ എന്താ എന്ത് ബിയേഡാണ്? ഇറ്റാലിയൻ ബിയേഡ് വേണ അല്ലെങ്കിൽ എന്നെ പോലെ വേണ. എനിക്ക് താടി വേണം. എനിക്ക് താടിയാണ് കിട്ടാ സാധനമൊക്കെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞാല് സെറ്റായി. നീ താടി എടുത്ത് വെക്കും. പുളിക്കും കിട്ടാത്ത മുന്തിരി എന്തായാലും പുളിക്കും. ചോദിക്കട്ടെ നീ ഒരു പ്രാവശ്യം താടി എടുത്ത് വെക്കും. കറക്റ്റ് ദിലീപിനെ പോലെ അല്ലേ? അത് കുഴപ്പമില്ല പറഞ്ഞു. അത് കണ്ട അതേ സുഹൃത്തുക്കളെ അതിനെ പറ്റി പറയാണ്ടിരിക്കുന്നു. ഇവന്റെ തലന്റെ ഒക്കത്ത് 96, മുലാലിന്റെ ഒക്കത്ത് ഡ്യൂഡ്, എന്റെ ഒക്കത്ത് ചിരി ഇളം കാറ്റായി നീ വരാമോ അതും പാടിയില്ലേ? ആ സ്റ്റോറി നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉണ്ട്. എന്റെ ഹൈലൈറ്റ് കിടപ്പുണ്ട്. കണ്ടോ? അല്ല ഓർക്കുന്നുണ്ടോ? ഓർക്കാത്തവര് പോയി കണ്ടോ? കുഴപ്പമില്ല. നമ്മക്കതിലൊരു നമ്മ ചെയ്താലും ചെയ്യുന്ന പറയും. അല്ല ബ്രോ ഒന്നും ഇട്ടിട്ടില്ലേ? ഈ ബ്രോന്നില്ലേ ഒരാഴ്ച അടുപ്പിച്ച ആ പാട്ട് തന്നെ ഓർമ്മണ്ടാ? ഒരാഴ്ച അടുപ്പിച്ചിട്ടില്ല എന്തായാലും. ഇതന്നെ മഴമേഘം തന്നെയാണ്. മഴമേഘം തന്നെയാണ്. അതുപോലെ ഒരാഴ്ച ഇട്ടാ അല്ലെങ്കിൽ 10 നോമ്പില്ല. 10 നോമ്പില്ല. അതിനോട് യോജിക്കുന്നു. 2 ദിവസമല്ല. 2 ദിവസം ഇട്ടുള്ളൂ. അതായത് ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന വേണ്ട വിഷയത്തിലേക്ക് തന്നെ മാറി പോകുന്നു. അല്ല ഇന്നെവിടെയാ പോയത് താങ്കൾ? ഇന്നലെ എവിടെയാണ് പോയത്? ഇന്നൊരു നോമ്പ് വീട്ടിലുണ്ടായില്ല. നോമ്പ് സുഹൃത്തുക്കളെ ഫോണില്ലേ എന്റെ ഫോൺ വ്ലോഗ് എടുക്കണ വ്ലോഗ് എടുത്തേണ്ട തരുന്നതാണ് സുഹൃത്തുക്കളെ. ഇന്ന് നോമ്പ് തുറക്കാൻ പോയി. നോമ്പ് തുറണ്ടേ? അപ്പൊ അതേനപ്പോ നമ്മിലാണ്ടൊരു നോമ്പ് അല്ലടാ ചങ്ങായി വരുന്നുണ്ടായി. അത് മനസ്സിലായി. അതാ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഡയറ്റ് ആണ് മുത്തേ. വരലുണ്ടല്ലോ ഇപ്പൊ. എനിക്ക് ഞാൻ 10 ദിവസമായിട്ടില്ല ഗൈസ്. അതായത് സന്തോഷപരമായ കാര്യം 10 ദിവസമായിട്ട് ഷുഗർ കട്ട്
മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം. Guys, അത് വലിയൊരു കാര്യമാണ്. 10 ദിവസം അതായത് നിക്ക് 10 ദിവസത്തിന് ഷുഗർ കട്ട് ചെയ്ത് നിക്ക് നോമ്പിന്റെ 10 ദിവസമാണ്. എന്തൊക്കെ മധുരം തിന്നാനുള്ള അവസരം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പല അവസരങ്ങളുണ്ടായി. അവസരങ്ങളൊക്കെ, അതായത് ആഗ്രഹങ്ങളൊക്കെ മാറ്റി നമ്മൾ വീണ്ടും വിഷയം തന്നെ ഇപ്പോൾ. ഷോർട്സ് ഉണ്ടാക്കാനുള്ള സമയം എനിക്കില്ലേ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഷോർട്സ്. അതായത് ഷോർട്സ് accept everything. ഷോർട്സ് അവസാനം അതല്ലേ പറ്റുള്ളൂ. ടീം ഭയങ്കര മോശം ടീമാണിപ്പാ. എനിക്ക് അതിനുള്ള സമയമില്ലാണ്ട് ഇപ്പൊ എല്ലാം എന്റെ തലയിലാണ്ട്. ഞാനിപ്പോ അത് ഉണ്ടായിരുന്നെങ്കിൽ സായില്ലേ നീ. പക്ഷേ വ്ളോഗ് എഡിറ്റ് ചെയ്യണത് ഇപ്പൊ ഇവനായോണ്ട് ഇവന്റെ കാളൊക്കെ കട്ട് ചെയ്തതാണ്. കഴിഞ്ഞ വ്ളോഗിലത് കൊറേ ഒക്കെ കട്ട് ചെയ്തിട്ടില്ലേ. കട്ട് ചെയ്തല്ലേ ഞാൻ കാണിച്ചിട്ടേ. ഇവിടെ നിർത്ത് വ്ളോഗ് കാണിച്ച പിന്നെ വ്ളോഗ് കാണിച്ച കോപ്പിറൈറ്റ് അടിക്കോ? അവന്റെ എടാ അത് ഇവന്റെ 3 ഡിലീറ്റ് ചെയ്യാനുണ്ടാ. 3 വീഡിയോ കോപ്പിറൈറ്റ് ഉണ്ട്. അടിയിലേക്ക് നോക്കിയപ്പോ ഇവന്റെ ഡാൻസ് വേറൊരു പാട്ടിലൊക്കെ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് എന്റെ 10 ദിവസത്തെ ഷുഗർ കട്ടും ഡയറ്റുമാണ്. അപ്പൊ അജീഷ്ക തെറ്റിദ്ധരിക്കുന്നുണ്ട് ഞാൻ വാരി വലിച്ച് കഴിക്കുന്നു. ഇല്ല, ഒള്ളി ടേസ്റ്റിംഗ് സെക്ഷൻ മാത്രം. ജസ്റ്റ് ഒരു കഴിക്കാം. 10 ഫുഡ് ഞാൻ എന്താ വെച്ചാ 10 രീതി കഴിച്ചാ. പിന്നെ നെയ്ച്ചോർത്തിട്ട് കഴിച്ചു, ഒരു കഷ്ണം മീൻ കഴിച്ച, വേറൊന്നും ഞാൻ കഴിച്ചില്ല. ആ വെള്ളം വല്ലതും കുടിച്ചില്ല. ആഗ്രഹങ്ങൾ മാറി തുടങ്ങി, ഇഷ്ടങ്ങൾ മാറി തുടങ്ങി. ഇതൊക്കെ ഷോർട്ട് ആഗ്രഹങ്ങൾ മാറി തുടങ്ങി. ജീവിതം വേറെ പറഞ്ഞു. നമ്മ ഒരു സമയമാകുമ്പോ എല്ലാം മാറി തുടങ്ങും എല്ലാവരും. അതെ സുഹൃത്തുക്കളെ, ലൈഫ് തന്നെ മാറി. യൂട്യൂബ് എന്നൊരു പുതിയ ലൈഫിലേക്ക് ഞാൻ വന്നു. അതാണ് എന്റെ മാറ്റം. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് മാറ്റം. എങ്ങനെയുണ്ട് മാറ്റം? അല്ല, ക്ഷീണിച്ചിട്ടുണ്ട് പുള്ളി ജീവിതത്തിലെ മാറ്റം. പക്ഷെ എന്നാ അറിയോ ഇപ്പൊ എന്താ ചെയ്യാൻ പോണെന്നറിയോ? ചിക്കു 10-15 ദിവസം കട്ട് ചെയ്യും. അതല്ലേ 15 ദിവസം കട്ട് ചെയ്യാത്ത ഒരു ദിവസം അടിക്കും. ഇല്ലടാ, ഇനിയിപ്പില്ല. ജീവിതം പഠിപ്പിക്കുന്ന. ഇല്ല, വേണ്ട, എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ ഹോട്ട്സ്പോട്ടിൽ പോകുമ്പോ ഹോട്ട്സ്പോട്ടിൽ ഞാൻ പറഞ്ഞ ഞാൻ ഒരു അങ്ങനല്ല പറഞ്ഞ. ഇന്നൊരു നോമ്പുറ ഉണ്ടെങ്കിൽ അത് ഹോട്ട്സ്പോട്ടിൽ നിന്നും കൂടി ആയിട്ട് ഞാൻ ചിലപ്പോ നോമ്പുറ തന്നെ അവസാനിപ്പിക്കാതെ ഇനി ആരെ നോമ്പുറൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കും ഇല്ല. നമ്മുടെ ടീമുകളൊക്കെ അല്ല, അവിടെ വരും അറ്റൻഡ് ഫുഡൊന്നും ഞാൻ കഴിക്കില്ല. ഡയറ്റാണ്, സീരിയസ് ആയിട്ട് എടുക്കണം. ഒരു കംബാക്ക് ലോഡിങ്ങാണ് മുത്തേ. ഒരു കംബാക്ക് ഇതൊന്നും കട്ട് ഇല്ല മുത്തേ. ഒരു കംബാക്ക് ലോഡിങ് ആണ്. ഇല്ല മുത്തേ. കംബാക്ക് ഈസ് സോ പേഴ്സണൽ. ഇൻഷാല്ലാ എന്തൊക്കെയോ നമുക്കും ജിമ്മിന് പോട്ടാ. നല്ല സമയങ്ങളായി തുടങ്ങുന്നു. ഭയങ്കര ഹോം വർക്കൗട്ടാണ്. ഹോം വർക്കൗട്ടുമായി ബന്ധപ്പെടുക. ഓൺലൈൻ ബഡ്ജറ്റ് ഇഷ്യൂ ആണ്. ഫുള്ള് പ്രൊഡക്ഷൻ നടക്കാൻ പോക്കുണ്ട് വണ്ടിയില്ലാത്തോണ്ട്. നിങ്ങളുടെ ജിമ്മിൽ അപ്പൊ ഈ വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കലാണ്. മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം, ഷെയർ ചെയ്യാ, കമന്റ് ചെയ്യാ, എല്ലാം ചെയ്യാ. അപ്പൊ സായിലിന്റെ കമ്പാക്കിന് വെയിറ്റ് ചെയ്യുന്ന സായിൽ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. എനിക്കറിയാം ഇവിടം വരെ ആരും വ്ലോഗ് കാണില്ലാന്ന്. കാണുന്നവരുണ്ടെങ്കിൽ സായിൽ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യണം. നമുക്ക് മനസ്സിലാവും എത്ര പേര് നല്ല സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. കംബാക്ക് സായിൽ എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാം. അതുപോലെ കംബാക്ക് സായിൽ. അടിതൊന്ന് ഷോർട്സ് ആക്കിട്ട്